അത് എത്ര വലിയ ആഘോഷമായാലും അതിന്റെ പേരിൽ മുരളിയേട്ടൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ആ മനുഷ്യൻ എല്ലാത്തിലും വലിയ സന്തോഷം സ്വന്തം ഭാര്യയോടും മോളോടൊപ്പം കഴിയുന്നതാണ്. അങ്ങനെയുള്ള നിന്റെ അച്ഛനെ മദ്യപിച്ച് ലക്ക് കെട്ട് കാണേണ്ടി വന്ന എന്റെ സങ്കടത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കി. അമ്മേ, ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല മാളു. ഇതൊക്കെ ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളാ. ആരെയും ഫേസ് ചെയ്യാനാവാതെ ഒരു ഭീരുവിനെ പോലെ നിന്റെ അച്ഛൻ ഈ വീട്ടിൽ എത്രയോ ദിവസം മുറി അടച്ചിരുന്നു. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു ബിസിനസ് സംരംഭം നാശത്തിന്റെ പടിവാതിക്കലാ. എല്ലാത്തിനും കാരണക്കാരി നീയായിരുന്നു. നിന്റെ ഈ പിടിവാശി മാത്രമായിരുന്നു. നീ തിരിച്ചു വന്നു അറിഞ്ഞിട്ടും ഒരുപാട് സന്തോഷിക്കാൻ മനസ്സനുവദിക്കാഞ്ഞത് ജീവിതത്തിലും ഇനിയും വലിയ ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്നുള്ള പേടി കാരണോ മാളു? അശ്വതി, എന്താ മോളെ ഇത്? സോറി അച്ഛാ, റിയലി സോറി. ഞാൻ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്നോട് ക്ഷമിക്കേ. മോള് കരയണ്ട. കാര്യങ്ങളൊക്കെ ജോബിന് എന്നോട് പറഞ്ഞു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതൊന്നും ഓർക്കുകയും പറയുകയും വേണ്ട കേട്ടോ മോളെ. ഇനിയെങ്കിലും നീ ജോബിനൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നത് ഞങ്ങൾക്ക് കാണണം. ഈ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു ആഗ്രഹം ഞങ്ങൾക്കില്ല. അല്ലേടോ? അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും, ഉറപ്പാ. മതി, അത് മാത്രം മതി ഞങ്ങൾക്ക്. ഈ ജന്മത്തില് നിനക്ക് ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും മോളെ. കരയല്ലേ? മോള് കരയണ്ട കേട്ടോ. വിപി, കോഫി ബാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്ന് താൻ ഇപ്പോഴേ റെഡിയായി നിൽക്കുന്നത്? ഇന്ന് നേരത്തെ പോണം, ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. ഇന്നോ? എന്നിട്ട് താൻ ആ കാര്യം ഇന്നലെ എന്താ പറയായിരുന്നു? അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ ഇന്നലത്തേത്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടേ, സമയമാകുമ്പോൾ എടുത്ത് കഴിക്കണേ. ഗീത, സത്യമായിട്ടും ഇന്ന് തനിക്ക് സ്പെഷ്യൽ വർക്കുണ്ടോ? എന്താ താനൊന്നും പറയാത്തത്? എനിക്ക് വിപിയോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തന്റെ മുഖം പറയുന്നുണ്ടല്ലോ ഇപ്പൊ എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന്. വിപിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഗീത, താൻ എത്ര ശ്രമിച്ചാലും തനിക്കൊരു കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവില്ല. പ്രത്യേകിച്ച് എന്നോടും അപ്പൂനോടും. ശരിയല്ലേ? എനിക്കറിയാം അപ്പൂനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ താൻ ഈ സ്പെഷ്യൽ വർക്കിന്റെ കാര്യം പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നത്. അതല്ലേ സത്യം? വിപി പ്ലീസ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നൊന്ന് വെറുതെ വിട്. തന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നൊന്നുമില്ല. പക്ഷെ എത്ര നാളിങ്ങനെ കള്ളം പറഞ്ഞ് തനിക്ക് അപ്പൂവിൽ നിന്ന് ഒഴിവായി നടക്കാൻ പറ്റും? അതിന്റെ ആവശ്യം എന്താ ഗീത? ഗീത, ഞാൻ ഒരിക്കലും അപ്പൂനെ ന്യായീകരിക്കല്ല. അപ്പവും ആളും തിരിച്ചു വന്നതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന്റെ ഗൗരവം ഇല്ലാതാവുന്നൊന്നുമില്ല. പക്ഷേ അതിന് താൻ അപ്പൂനെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കണം? എന്ത് കാര്യത്തിനും അപ്പൂന് എന്നേക്കാൾ സപ്പോർട്ടായിട്ട് നിന്ന ആളല്ലേ. എന്നിട്ട് ഈ കാര്യത്തിൽ മാത്രം എന്താ അപ്പൂന് താനിങ്ങനെ ഒറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും? വിപി, ഈ കാര്യത്തിൽ കൂടുതൽ ഡിസ്കഷൻ വേണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എനിക്ക് അപ്പൂനോട് ഒരു ദേഷ്യവും ഇല്ല. വിപി പറയുന്നത് പോലെ അപ്പൂനെ ഞാൻ ഒറ്റപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നുമില്ല. പക്ഷേ പഴയതുപോലെ അപ്പുവായിട്ട് സഹകരിക്കാൻ എന്തോ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പുവായിട്ടെന്നല്ല, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണത്. അത് എത്ര നാൾ തുടരുമെന്നോ അതെവിടെ അവസാനിക്കുമെന്നോ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് വിപി എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. വിപി പറഞ്ഞത് ശരിയാ. ഇല്ലാത്തൊരു വർക്കിന്റെ പേരില
ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് അപ്പുവിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രസൻസിൽ അപ്പുവും വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഒരാളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നെങ്കിൽ വഴക്കിനോ കലഹത്തിനോ നിൽക്കാതെ സ്വയം ഒഴിവാകുന്നതല്ലേ നല്ലത്. അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ. ചിലപ്പോ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഓക്കെ ആവുമായിരിക്കും. പക്ഷെ അതുവരെ VP എന്നെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ, താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഗീത. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിണങ്ങി പിരിയുന്ന എല്ലാവരും ഉറപ്പിച്ച ജോബിനും മാളും ഇപ്പൊ ഒന്നായില്ലേ? ഡേസിയുടെയും അശ്വതിയുടെയും മുരളിയുടെയും മനസ്സമാധാനം തിരിച്ചു കിട്ടി. പക്ഷെ നമ്മുടെ കാര്യം, താൻ അപ്പുവിനോട് ഇപ്പൊ കാണിക്കുന്ന അകൽച്ചയിൽ അവൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ തനിക്ക് ഊഹിക്കാലോ. തെറ്റായ വഴിയിലൂടെയാണെങ്കിലും അപ്പു ചെയ്തതിന്റെ ഗുണഫലം എല്ലാവരും അനുഭവിക്കുമ്പോൾ അത് അവന് മാത്രമായിട്ട് നിഷേധിക്കപ്പെടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഗീതയ്ക്ക് ഗീതയുടെ ഇഷ്ടം പോലെ ചെയ്യാം. മാളു, അത് ആരുടെ കോളാ നോക്കി? ഡോക്ടറുടെ ഫ്രണ്ടാ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ടോ? അതാരാ? ഡോക്ടർ അലീന. ദാ. ഹലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ് അലീന. എന്താ താൻ വിളിച്ചത്? ഞാൻ കരുതി എന്റെ കോളാണെന്ന് കാണുമ്പോ ഡോക്ടർ എടുക്കില്ലായിരിക്കുമെന്ന്. ജോബിൻ ഇപ്പൊ എവിടെയാ? കൊച്ചിയിലെത്തിയോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതെന്താ? ഇന്നലെ തന്നെ കൊച്ചിയിലേക്ക് പോവാണെന്നാണല്ലോ മമ്മി പറഞ്ഞത്. അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ പോവാൻ പറ്റിയില്ല. അതെന്ത് പറ്റി? അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായോ? ഏയ്, അസൗകര്യമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് യാത്ര ഒന്ന് മാറ്റി വെക്കേണ്ടി വന്നു. അതെന്താ അങ്ങനെ? അതെന്താന്ന് വെച്ചാ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരാളുടെ കൈ കൊടുക്കാം. കാര്യവും കാരണമൊക്കെ അയാൾ തന്നെ തന്നോട് പറയും. സംസാരിക്കുക. ഹലോ. 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 ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടറിന്റെ മിസ്സസാ, മാളവിക. ഹലോ. എന്താ ഡോക്ടർ അലീന, എന്നോടൊന്ന് സംസാരിക്കാനില്ലേ? സോറി, മാളവിക എന്താ അവിടെ? ഞാനെന്താ എവിടെയെന്നോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചേ? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? ഡോക്ടർ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വീട്ടിൽ നിന്നാ സംസാരിക്കുന്നത്. സോറി, ഞാൻ കരുതി ജോബിനെ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അല്ല, മാളവിക എപ്പ എത്തി? ഞാൻ ഇന്നലെ തന്നെ എത്തി. അലീന ഡോക്ടർ ആന്റിയൊക്കെ കാണാമെന്ന കാര്യം ആന്റി എന്നോട് പറഞ്ഞിരുന്നു. ഡോക്ടർ ഇപ്പൊ വിളിച്ചു നന്നായി. എനിക്ക് ഡോക്ടറോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ മാളവിക? അതെ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. ഡോക്ടർക്ക് എപ്പോഴാ സൗകര്യം? അത് പിന്നെ സോറി, ഞാൻ 1-2 ദിവസം. ആ മതി മതി, ഡോക്ടറിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ കണ്ടാ മതി. എന്താ മാളവിക കാര്യം? കാര്യമൊക്കെ നമുക്ക് നേരിൽ സംസാരിക്കാം. ഡോക്ടർ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കേ. എന്നെ തന്നെ വിളിക്കണമെന്നില്ല, ഈ ഫോണിലായാലും മതി. ഞാൻ എപ്പോഴും ഡോക്ടറിന്റെ ഒപ്പം ഉണ്ടാവും. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ആ
യെസ് യെസ്. സോറി, ഇവിടെ റേഞ്ചിന് അല്പം പ്രോബ്ലം. ഞാൻ അങ്ങോട്ട് വിളിക്കാം മാളവിക. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആഹാ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇപ്പൊ ഞങ്ങൾ ഇറങ്ങോ. ആന്റി വിഷമിക്കണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാമല്ലോ. അല്ല, അങ്കിൾ എവിടെ? പുറത്തു പോയോ? ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ആ. മുരളീട്ടാ, ദേ അവര് ഇറങ്ങുവാന്ന്. ആ, നിങ്ങൾ ഇറങ്ങിയായോ? അതെ അങ്കിൾ, പോകുന്ന വഴിക്ക് 1-2 സ്ഥലത്ത് കയറാനുണ്ട്. പിന്നെ മമ്മിയുടെ 1-2 മെഡിസിൻസ് വാങ്ങാനുണ്ട്. അങ്കിളും ആന്റിയും ഇനി എപ്പോഴും അങ്ങോട്ട് വരുന്നത്? ഉടനെ തന്നെ വരാം. എന്തിനാ മോളെ വിഷമിക്കുന്നേ? കാര്യങ്ങളൊന്നും വേണ്ട രീതി മനസ്സിലാക്കാതെ നിന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു. അതിന് മോളെന്നോട് ക്ഷമിക്കണം. അയ്യോ അച്ഛാ, എന്താ ഇതൊക്കെ? ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ നിങ്ങളൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയത്. അതൊന്നും സാരമില്ല. കാര്യങ്ങളൊക്കെ ജോബിൻ ഞങ്ങളോട് പറഞ്ഞു. നീ നിന്റെ വിഷമങ്ങളൊന്നും ഞങ്ങളോട് തുറന്നു പറയാറില്ലല്ലോ. അതിലേ ഉള്ളൂ ഞങ്ങൾക്ക് സങ്കടം. പോട്ടെ ശ്രുതി, ഇനിയിപ്പോ കഴിഞ്ഞതൊക്കെ പറഞ്ഞ് പരസ്പരം എന്തിനാ സങ്കടപ്പെടുന്നേ? എന്തായാലും ജോബിന് ഇവളെ മനസ്സിലാക്കിയല്ലോ. അതിൽ കൂടുതൽ നമുക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത്? എന്നാ പിന്നെ താമസിക്കണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശരി അങ്കിൾ, പോയിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും കൂടി മുത്തശ്ശിയും കൂട്ടി അങ്ങോട്ട് വരണം. വരാം, ഉറപ്പായും വരാം. രണ്ടുപേരും പോകാൻ വരട്ടെ. അതിനു മുമ്പ് എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവള് ചെയ്തതൊക്കെ ക്ഷമിക്കാൻ മുരളിക്കോ അശ്വതിക്കോ ഒക്കെ പറ്റിയേക്കും. സ്വന്തം മക്കളോട് ജീവിതകാലം മുഴുവൻ പിണങ്ങി നടക്കാൻ ജന്മം കൊടുത്തവർക്കാകില്ലല്ലോ. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനും അറിയാനും ഉണ്ട്. അതുകൂടി കേട്ടിട്ട് രണ്ടുപേരും പോയാൽ മതി. അതിനെന്താ, മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാമല്ലോ. എന്താ മുത്തശ്ശിക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറ, അല്ലേ മാളു? നാളിതുവരെ ഇവളുടെ ഇഷ്ടത്തിനാ മുരളി അശ്വതിയും ജീവിച്ചത്. ഈ കല്യാണം പോലും എങ്ങനെയാ നടന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് അറിയാലോ. അത്രമാത്രം ഇവളുടെ ആഗ്രഹങ്ങൾക്ക് സന്തോഷങ്ങൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട്. പക്ഷെ ഇവള് തിരിച്ച് ഞങ്ങളോട് ചെയ്തതെന്താ? പോട്ടെ അമ്മേ, അതൊക്കെ ഇനിയും പറഞ്ഞിട്ടെന്തിനാ? നീ ചുമ്മാ ഇരിക്ക അശ്വതി. നിനക്കതൊക്കെ പെട്ടെന്ന് മറക്കാൻ കഴിയും. പക്ഷെ എനിക്കങ്ങനെയല്ല. ഒരേ ദിവസം ജനിച്ചു പോയതിന്റെ പേരില് ഇവളും പണിക്കരുടെ മോനും മാത്രമല്ല ലോകത്ത് കൂട്ടുകാരായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരുപാട് കൂട്ടുകെട്ടും ബന്ധങ്ങളും ഭൂമിയിൽ വേറെ ഒരുപാടുണ്ട്. പക്ഷെ അവനവന്റെ ജീവിതമാവുമ്പോ അത് തകരാതിരിക്കാൻ ശ്രമിക്കുന്നിടത്താ ഒരു പെൺകുട്ടിയുടെ മിടുക്ക്. അതിനപ്പുറം സ്വന്തം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാ പെൺകുട്ടികൾ ജീവിക്കേണ്ടത്. പക്ഷെ ഇവളുടെ കാര്യത്തില് മറ്റെല്ലാവരെക്കാളും വലുത് പണിക്കരുടെ മോനല്ലേ. അവന് വേണ്ടി സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും ഇവൾ ഇനിയും തള്ളിപ്പറയില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ഇവളുടെ ഭാഗത്തുനിന്ന് ഡോക്ടർക്കോ നിങ്ങൾക്കോ കിട്ടിയിട്ടുണ്ടോ? അമ്മ പേടിക്കണ്ട, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ആ ഉറപ്പ് നിനക്ക് എങ്ങനെ തരാൻ പറ്റും മുരളി? ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ രണ്ടുപേരും പിണക്കമാറി കൂട്ടായെങ്കിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇതുപോലെ വഴക്കും വാശി പിടിക്കലും ഒക്കെ നടന്നിരിക്കും. അന്ന് ഇവളെങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നതെന്ന് എനിക്ക് സംശയമില്ല. വെറുതെയും വാരിക്കെട്ടി ആ പണിക്കരുടെ മോന്റെ കൂടെ ഇറങ്ങി പോകാനായിരിക്കും ഇവള് ശ്രമിക്കുന്നത്. അമ്മേ, ഇനിയും അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? ഉണ്ടാകാതിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. പക്ഷെ ഇവളാ അപ്പുവായിട്ട് കൂട്ടുകെട്ട് തുടരുന്നിടത്തോളം കാലം ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. അല്ലെന്ന് അവള് പറയട്ടെ. എന്താ, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പോട്ടെ മുത്തശ്ശി, അങ്ങനെയൊന്നും ഇനി സംഭവിക്കില്ല. അതുപോരെ? അത് പോരെന്നേ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവളുടെ ജീവിതത്തിലുണ്ടായാലും ഇനി ഒരിക്കലും ഞങ്ങള് വീട്ടുകാരെ നിന്നെയും വിഷമിപ്പിച്ച് അപ്പുവിനോടൊപ്പം ഇറങ്ങിപ്പോവില്ലെന്ന് ഇവളെ എഴുതി ഒപ്പിട്ട് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവളെ എന്റെ ചെറുമകളായിട്ട് അംഗീകരിക്കൂ. അല്ലെങ്കിൽ ഇതാ മുറിച്ച മുറി കൂടിയാ പോലും ഇവള് ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല.
അതുകൂടി എല്ലാവരുടെ അറിവിലേക്ക് ഞാൻ പറയാ. വയസ്സുകാലത്ത് ഞാൻ ഉരുണ്ടു വീണ് ചത്താ പോലും എന്റെ ജഡം പോലും ഇവിടെ കാണിക്കരുത്. അമ്മേ ഒന്ന് അടങ്ങ്. എന്തൊക്കെ ഭ്രാന്തയെ വിളിച്ചു പറയുന്നേ? അതെടി, ഭ്രാന്തിന്റെ കാര്യത്തിൽ ഇവളെ പോലെ തന്നെ ഞാനും ഒട്ടും മോശമല്ല. അത്രമാത്രം ജീവനെ പോലെയാ ഞാൻ ഇവളെ സ്നേഹിച്ചത്. ആൺകോലം കെട്ടി നടക്കുന്ന ഒരുത്തന്റെ കൂടെ ഇവളെ ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞപ്പോ തകർന്നു പോയത് തോട്ടത്തെ കുടുംബക്കാരുടെ അന്തസ്സും അഭിമാനമാ. ഇവക്ക് വേണ്ടി ഇനിയും കുടുംബ പാരമ്പര്യം പണയം വെച്ച് കളിക്കാൻ എനിക്ക് മനസ്സില്ല. മുത്തശ്ശി കരുതുന്ന പോലെ മാളു ആർക്കും ഒരു അന്തസ്സേടും വരുത്തിയിട്ടില്ല. മുത്തശ്ശി ഭയപ്പെടുന്ന പോലെയൊന്നും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുമില്ല. അത്രയും ഉറപ്പ് പോരെ? ആ ഉറപ്പ് മതിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ. പക്ഷെ ഇനിയും ഞാൻ ഇവളെ വിശ്വസിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണം. അല്ലെങ്കിൽ അശ്വതി, ഇവക്ക് അവകാശമുള്ള ഈ വീട്ടിൽ പിന്നെ ഒരു നിമിഷം ഞാൻ താമസിക്കില്ല. വയസ്സുകാലത്ത് ഏതെങ്കിലും അമ്പലനടയിൽ പോയി ഭജന വിരുന്നാൽ പോലും ഈ നാണം കെട്ട ജീവിതത്തെക്കാൾ അന്തസ്സാത്. ആരും ഇത് ഞാൻ പറഞ്ഞ ഒരു തമാശയായിട്ട് തള്ളിക്കളയരുത്. ഇനി വരുമ്പോ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവളെയും കൂട്ടി ഡോക്ടർ ഇങ്ങോട്ട് വന്നാ മതി. അതല്ല, ഞാൻ പറഞ്ഞത് പുല്ല് വിലയാണ് ഇവിടെ ഉള്ളവർക്കെങ്കിൽ ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. തോട്ടത്തിൽ ഇന്ദിരാമയുടെ വാക്കായത്. മുത്തശ്ശി പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. അതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. അതെ മോളെ, കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ മുത്തശ്ശിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശരി അങ്കിൾ. പോയിട്ട് വാ. പോയിട്ട് വാ മോളെ. അപ്പോ ആ വിപി ഇറങ്ങാണോ? ഇന്ന് 3 സെഷൻ എൻ്റെ ക്ലാസ്സാ. അല്പം നേരത്തെ ഇറങ്ങിയേക്കാന്ന് കരുതി. എന്താ ഇന്നത്തെ നിന്റെ പ്രോഗ്രാം? എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. പുറത്തേക്ക് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ? ഒന്നും തീരുമാനിച്ചില്ല വിപി. ചിലപ്പോ മൂഡ് തോന്നിയ ലൈബ്രറി വരെ ഒന്ന് പോണം. ഞാൻ അതേക്കുറിച്ച് നിന്നോട് സംസാരിക്കാതിരിക്കായിരുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിനിടയിൽ സ്വന്തം കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ നിനക്ക് സമയം കിട്ടുന്നില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ട്. എനിക്കത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇപ്പം അതിനെക്കുറിച്ച് നിന്നോട് സൂചിപ്പിച്ചത്. എനിക്ക് മാത്രമല്ല, ഗീതയ്ക്കും അത് തന്നെയാണ് നിന്നോടുള്ള ഇപ്പോഴത്തെ പ്രശ്നം. എന്ന് അമ്മ വിപിയോട് പറഞ്ഞോ? നമ്മളോട് ഏറ്റവും അടുപ്പുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ അപ്പോൾ മനസ്സിലാവാൻ. നിന്റെ കാര്യങ്ങളൊന്നും ഭംഗിയായി മുന്നോട്ട് പോകാത്തതിൻ്റെ ഒരു ടെൻഷൻ ഗീതയെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഡോക്ടർ അരവിന്ദനെ കാണേണ്ട സമയം കഴിഞ്ഞു. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? തിരക്കിനിടയിൽ ഞാനത് മറന്നിരുന്നു. ഇന്നലെ ഗീതയാണ് അതെന്നെ ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് അമ്മ എന്നോടൊന്നും അതേപ്പറ്റി സൂചിപ്പിച്ചില്ലല്ലോ. അതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചല്ലേ. അല്ല, എപ്പോഴാണ് ഡോക്ടർ അരവിന്ദനെ കാണാൻ പോകുന്നത്? നിന്റെ കൂടി സൗകര്യം നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാന്ന് വെച്ചിട്ടാ. 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി വിപി. അപ്പോഴേക്കും തന്ന കോഴ്സ് മെഡിസിൻസ് തീരും. എങ്കിലത് മതി. ഇനിയെങ്കിലും ആ കാര്യം മറക്കരുത്. ഇല്ല വിപി, ഞാൻ ഓർമ്മിച്ചോളാം. ആ, അതുപോലെ നിന്റെ സ്റ്റഡീസിന്റെ കാര്യം. മാളുവിന്റെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് സെറ്റിലായില്ലേ? ഇനി അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്. എന്നിട്ട് സ്വന്തം കാര്യം നോക്ക്. ഞാൻ അതൊക്കെ തന്നെ വിപി മനസ്സിൽ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. സിലബസ് ഒക്കെ ആദ്യം എനിക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം, പിന്നീട് പഠിച്ചു തുടങ്ങണം. നല്ലത്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയണം.